ഹലോ, ഐ എം ഡോക്ടർ സാമി. വീണ്ടും അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 4. എല്ലാവരും ചോദിക്കുന്ന അടുത്തൊരു ചോദ്യം, ബ്രഷിങ്. ഏത് ബ്രഷാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത്, ഏത് ടൂത്ത് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്? സോ ദ ക്വസ്റ്റ്യൻ ഈസ് ബ്രഷിങ് ആൻഡ് ടൂത്ത് പേസ്റ്റ്. എല്ലാവരും ചോദിക്കും ഏത് ബ്രഷാണ് എത്ര. കാരണം ഇന്ന് നമ്മൾ മാർക്കറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ബ്രാൻഡുകളാണ്, ഒത്തിരി ബ്രാൻഡുകൾ. ഈവൻ ഞാൻ തന്നെ കൺഫ്യൂഷൻ ആവാം ഏതെടുക്കുമെന്നുള്ളത്. അപ്പോൾ ആ ചോദ്യം റെലവൻ്റാണ്. ഇതിലൊരു ഞങ്ങൾ ഏതൊരു ബ്രാൻഡിനെ എൻഡോസ് ചെയ്യുന്നില്ല. ഏതാണേലും നല്ലത്, നിങ്ങളൊന്ന് ബ്രഷ് ചെയ്താൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. രാവിലെയും രാത്രിയിലും നിർബന്ധമായിട്ടും നിങ്ങൾ ബ്രഷ് ചെയ്യണം. പ്രത്യേകിച്ച് രാത്രിയിൽ നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫൈനലി കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഒക്കെ നല്ല രീതിയിലൊന്ന് എല്ലാ പല്ലുകളൊന്ന് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്ന് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴും എണീറ്റതിന് ശേഷം നല്ല രീതിയിലൊന്ന് ബ്രഷ് ചെയ്യുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏത് ബ്രഷിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രിയിലെ ബ്രഷിങ്ങാണ്. രാവിലെ നമ്മൾ ബ്രഷ് ചെയ്യുന്നത് ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പല്ലിനെ ഹെൽത്തി ആയി കൊണ്ടു നടക്കുന്നത് മിക്കവാറും രാത്രിയിലെ ബ്രഷിങ്ങാണ്. കാരണം നമ്മൾ അത്രയും സമയം, ഒരു ഉറക്കം എന്ന് പറയുന്നത് ഒരു 6 to 8 hours നമ്മൾ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇന്നേർട്ടായിട്ടിരിക്കുകയാണ്. സോ സലൈവൊക്കെ ഇങ്ങനെ പൂൾ ചെയ്ത് എല്ലാം പ്രോപ്പറായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ആ സമയത്താണ് എന്ത് ചെയ്യുക, ലൈക്ക് മറ്റേ സമയങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുക, അങ്ങനെ ഒരുപാട് രീതിയിൽ സലൈവേഷൻ കൂടുന്നുണ്ട്. ഡേ ടൈമിൽ അങ്ങനെ ക്ലെൻസിങ്ങിൽ ഒരുപാട് ടൈമുണ്ട്. ബട്ട് നൈറ്റ് ടൈം അങ്ങനെ ഒന്നുമില്ലാണ്ട് കുറേ സമയം ഇന്നേർട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. സോ നൈറ്റ് ബ്രഷിങ് വളരെ നിർബന്ധമായിരുന്നു. അതിനപ്പുറം എത്ര ടൈമാണ് ബ്രഷ് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. ചില ആൾക്കാരുടെ ഇപ്പോൾ മെജോറിറ്റി ആൾക്കാർ നമ്മൾ പറയും അധികമായ അമൃതവും വിഷമാണെന്ന് വെച്ചാൽ ഒത്തിരി സമയം ചെയ്ത് കഴിഞ്ഞാൽ പല്ലങ്ങ് വൈറ്റ് ആകുകയോ അല്ലെങ്കിൽ പല്ല് കൂടുതൽ ക്ലീൻ ആവുകയൊന്നുമില്ല. മാക്സിമം ഞങ്ങളുടെ ഡെൻ്റൽ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് 2 മിനിറ്റ് ടൈമിലാണ് മാക്സിമം നിങ്ങൾ ബ്രഷ് ചെയ്യേണ്ടത്. ഈ 2 മിനിറ്റിൽ എല്ലാം കഴിയണം. ഈവൻ നിങ്ങളുടെ വാ കഴുകുന്നതടക്കം ഈ 2 മിനിറ്റിൽ കഴിയണം. 1 മിനിറ്റ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ബ്രസിൽസ് നിങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾ ഒരുപാട് ബ്രഷ് ചെയ്തിട്ട് ഒത്തിരി അങ്ങ് നിങ്ങളുടെ പല്ല് നന്നായി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നും പല്ലിനില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇനാമലാണ്. അത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഹാർഡായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിനെങ്ങനെ തേച്ച് ഒരുപാടങ്ങ് മിനുക്കാനൊന്നുമില്ല. അത് ജസ്റ്റ് നമ്മളൊരു ഗ്ലാസ്സൊക്കെ ഉണ്ടല്ലോ, ചെറുത് സ്വൈപ്പ് ചെയ്താൽ തന്നെ അത് അത്യാവശ്യം നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യും. അതിനങ്ങനെ ഒത്തിരി ലോങ് ടേമിൽ നമ്മൾ മരം കൊത്തി ഇങ്ങനെ കൊത്തുന്ന പോലെ ഒരേ പോയിന്റിൽ നമ്മളിങ്ങനെ ടിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു ക്രാക്ക് വരും. ഒരുപാട് അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്നുണ്ട്. അത് പിന്നെ അതിനെ അടയ്ക്കാൻ വേണ്ടി വരേണ്ടി വരും, അതിൻ്റെ കവർ വരേണ്ടി വരും. അതൊത്തിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് പോസ്റ്റീരിയർ ടൂത്തിൽ. അപ്പോൾ ബ്രഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അത് ടൈം വളരെ കുറച്ച്. രണ്ടാമത്തെ അതിലൊരു പൊസിഷൻ ഉണ്ട്. നമ്മളെപ്പോഴും ചെറുപ്പത്തിൽ, നമ്മൾ ചെറിയൊരു പ്രായത്തിൽ ഒരു പഠിക്കുന്ന ഒരു കാര്യമാണ് ഈ ബ്രഷിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഉറക്കത്തിലാണെങ്കിലും നമ്മൾ